ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മുതിർന്നവർ 7 മുതൽ 9 മണിക്കൂർ വരെ ദിവസവും ഉറങ്ങണമെന്നാണ്. 7 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവരിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 3-4 മണിക്കൂർ മാത്രം ഉറങ്ങുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഉറക്കവും മനസമാധാനവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. വഴക്കടിച്ചും പിണക്കത്തോടെയും വിദ്വേഷത്തോടെയും പിന്നെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റും ഒരാൾ കിടക്കയിലേക്ക് പോയാൽ പെട്ടെന്നൊന്നും ഉറങ്ങുവാൻ കഴിയുകയില്ല. പകൽവേളയിൽ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിനെ വല്ലാതെ അലട്ടുകയും അത് ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും. ദൈവഭക്തനായ ദാവീദിന് പ്രതികൂല സാഹചര്യങ്ങളും പീഡനങ്ങളും അന്യമായിരുന്നില്ല. എന്നിരുന്നാലും ദീർഘവും വിഷമകരവുമായ ഒരു ദിവസത്തിൻ്റെ അവസാനത്തിൽ പോലും താൻ പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധിക്കുക. 4-ാം സങ്കീർത്തനം 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവമാണ് എൻ്റെ ഏക ആശ്രയം, ദൈവമാണ് എൻ്റെ കാര്യം നോക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, ആകയാൽ എന്നെ പരിപാലിക്കുന്നവനും എന്നെ കരുതുന്നവനും ദൈവമാണ് എന്നൊരു ബോധ്യം ഒരുവനിലുണ്ടാകുമ്പോൾ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നെന്നാലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ വന്നെന്നാലും മനസ്സ് ശാന്തമായിരിക്കും. ആ മനസ്സിൻ്റെ ശാന്തതയാണ് ദൈവം തരുന്ന സമാധാനമെന്നത്. ഇവിടെ ദാവീദിന് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നതിൻ്റെ മൂലകാരണം വെളിപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. യു അലോൺ ലോർഡ് മേക്ക് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. നീ മാത്രമാണ് കർത്താവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതായത് തനിക്ക് മറ്റൊരു സഹായിയെയും സംരക്ഷകനെയും ആവശ്യമില്ലെന്ന് ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. ദൈവം മാത്രമാണ് നമ്മുടെ ആശ്രയം എന്ന നിലയിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്കും പറയുവാൻ കഴിയുന്നത് യു അലോൺ ഓ ലോർഡ് മേക്ക് മീ ഡ്വെൽ ഇൻ സേഫ്റ്റി. നീ മാത്രമാണ് കർത്താവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. എനിക്ക് സമാധാനം തരുന്നത് കർത്താവേ നീ മാത്രമാണ്. എൻ്റെ കിടക്കയിൽ എനിക്ക് ഉറക്കം തരുന്നത് നീ മാത്രമാണ്. എൻ്റെ ഉറക്കത്തിൽ നിന്നും പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുന്നതിനും കാരണം കർത്താവേ നീ മാത്രമാണ്. തൻ്റെ മക്കളെ ദിവസത്തിൽ 24 മണിക്കൂറും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അതുകൊണ്ട് നമുക്കിന്ന് ഇങ്ങനെ പറയാം, ഈ കർത്താവ് എൻ്റെ പരിപാലകൻ. അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും എന്നെ ബാധിക്കുകയില്ല. കർത്താവ് ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കും. അവിടുന്ന് എൻ്റെ പ്രാണനെ പരിപാലിക്കും. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.